കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നീരജ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ സംസാരിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസ് എന്നെപ്പറ്റി വരുന്നുണ്ട്. എൻ്റെ ജോലി പോയി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുവാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ന്യൂസും വ്യാജമായിട്ടൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം, എൻ്റെ ജോലിയൊന്നും പോയിട്ടില്ല, അവരുണ്ടെങ്കിൽ എന്നെപ്പറ്റി ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നുള്ളൊരു കാര്യം. ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ കബഡിയുടെ കാര്യമായിട്ടൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെ പങ്കെടുക്കുന്നുണ്ട്, അതിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ച് ആ ഒരു കബഡി കളിക്കുന്നതിന് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നീരജ പറഞ്ഞു, ഇല്ല എനിക്ക് അങ്ങനെയൊന്നും കിട്ടുന്നില്ല, ഞാൻ കബഡി കളിക്കുന്നതേ ഉള്ളൂ, അതെൻ്റെ ഒരു പാഷനാണ്, പക്ഷേ എനിക്കതിൽ നിന്ന് പൈസയൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർ എൻക്വയറി ചെയ്തിട്ട് പോയി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ച് എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വരുവാണ്, അങ്ങനെയൊക്കെ വരുന്ന ഫേക്കായിട്ടുള്ള ന്യൂസാണ്, അങ്ങനെയൊന്നും സത്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നീരജ് ആ ഒരു ഇട്ട വീഡിയോ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ഡിലീറ്റ് ചെയ്തും കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യം ഇതുവരെ നീരജ പറഞ്ഞിട്ടൊന്നുമില്ല. അതിനകത്ത് തനിക്കെതിരെ വന്നിട്ടുള്ള വ്യാജമായിട്ടുള്ള വാർത്തകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഞാൻ മെയിനായിട്ട് പറഞ്ഞത് കബഡി കളിക്കുന്നതിൻ്റെ കാര്യമായിട്ടാണ് ഇപ്പം അവിടുന്ന് എൻക്വയറി വന്നിട്ടുള്ളത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീരജ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻക്വയറിയൊക്കെ ചോദിച്ചത് ഈ ഒരു കബഡിയുടെ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കബഡി കളിക്കുന്നതിൻ്റെ പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാൾ മുമ്പ് നീരജയൊക്കെ ഒരുമിച്ച് ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കബഡി മാച്ച് ജയിച്ചതിൻ്റെ. അത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഒരു വലിയൊരു ചെക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്, അതിൻ്റെ ഒരു വിന്നിങ് മണിയൊക്കെയാണെന്ന് തോന്നുന്നു, അതാണ് അവരെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പം തന്നെ നീരജ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പൈസയൊന്നും കിട്ടിയില്ലെന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് നീരജയൊക്കെ അത് പിടിച്ചുകൊണ്ടിരിക്കുന്നുള്ള പിക്ചേഴ്സൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കള്ളം പറഞ്ഞതല്ലേ എന്നുള്ളൊരു കാര്യമാണ് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നത്. ഇനി ഇതൊക്കെ അറിഞ്ഞതുകൊണ്ടാണോ പുള്ളിക്കാരി ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തതെന്നാണ് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്. കാരണം ഇങ്ങനത്തുള്ള വീഡിയോ ന്യായീകരിച്ച്, അതായത് താൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തനിക്ക് ജോലി നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ സ്വന്തമായിട്ട് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ അതിലെന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരിക്കണം. എന്തായാലും അതിനെക്കുറിച്ചൊന്നും നീരജ് ഒരു വീഡിയോ ഒന്നും ഇട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും സാധാ രീതി ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ നടക്കുവാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഇനി നീരജ് ഇനി വീഡിയോ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും.